ഹായ് മക്കളെ, സ്റ്റഡി വൈബിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 6 ക്ലാസ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും അയച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കേട്ട് കാണും, പരീക്ഷയ്ക്ക് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷ മുന്നിലെടുത്തത് കൊണ്ട് ഞാൻ ഒരു റിവിഷൻ ക്ലാസ് പോലെ ബാക്കിയുള്ള ചാപ്റ്ററുകൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കേൾക്കുക. പരീക്ഷയ്ക്ക് മാക്സിമം ഒരു ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉൾക്കൊള്ളിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പരീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് പഠിച്ചു പോകുക. എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്, അങ്ങനെ മാത്രം പറഞ്ഞു പോകാൻ നോക്കുകയാണ്. എന്നാലേ വേഗം കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ റെഡിയായിട്ട് പരീക്ഷ പഠിക്കാൻ തയ്യാറാവുന്ന മക്കൾക്ക് 7ാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കുക, കമൻ്റ് ഇടുക എന്ന് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കമൻസാണ് എനിക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കേൾക്കുക, ഒപ്പം നിങ്ങൾക്ക് പറയാനുള്ള നിർദ്ദേശങ്ങൾ തരും. അപ്പോൾ നമ്മുടെ 7ാമത്തെ ചാപ്റ്ററിൽ ദ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്, അതായത് ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കാര്യം, നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലർ മൂവ്മെൻറ്റ്സുകൾ എങ്ങനെയാണ് ഉണ്ടായത്, അതിനുള്ള സാഹചര്യങ്ങൾ എന്താണ് പോപ്പുലർ മൂവ്മെൻറ്റ്, എന്താണ് ജനകീയ പ്രസ്ഥാനം. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ആരാണ് ഈ പോപ്പുലർ പ്രസ്ഥാനങ്ങൾ, ജനകീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയത്, അതിൻ്റെ പിന്നിൽ എന്താണ്, ഈ പ്രസ്ഥാനം കൊണ്ട് നമുക്ക് എന്ത് മെച്ചമാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. ഈ പോപ്പുലർ മൂവ്മെൻറ്റും ആ പൊളിറ്റിക്കൽ പാർട്ടിയും തമ്മിൽ വരുന്ന പ്രത്യേകതകൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. പക്ഷേ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേകത മാത്രം ഓർത്ത് വയ്ക്കുക. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് ഏതെങ്കിലും 3 ഷുവർ ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും 3 ഷുവറായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. പഠിച്ചാൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ എനി 3 പോപ്പുലർ മൂവ്മെൻറ്റ് ഷുവറായിട്ടും പഠിച്ചു വയ്ക്കുക. അത് ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും 3 ജനകീയ പ്രസ്ഥാനങ്ങളിലായിരിക്കും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അവരൊരു 3 തരും. ആ 3 നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും പഠിച്ചാൽ ഈ ചാപ്റ്റർ നഷ്ടം വരില്ല. അപ്പോൾ പരീക്ഷ മുന്നിലെത്തിയത് കൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ ഒന്ന് റിവിഷൻ ക്ലാസ് പോലെയാണ് ഇനിയുള്ള ചാപ്റ്ററുകൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് നോക്കുക. അപ്പോൾ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം എന്നുള്ള ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ജനകീയ പ്രസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾക്ക് പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്തിനകത്ത് നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിലെ ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരും അല്ലെങ്കിൽ സാധാരണക്കാരും എല്ലാവരും ചേർന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അത് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾക്ക് ജനങ്ങൾക്ക് എത്ര മാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കി ജനങ്ങൾ അത് പരിഹരിക്കാൻ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ ആ പ്രസ്ഥാനം എന്താണ്, അതിൻ്റെ വിജയം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്രസ്ഥാനങ്ങൾ. ജനകീയ ചിപ്കോ പ്രസ്ഥാനം, ദളിത് പാന്തേഴ്സ്, ഭാരതീയ കിസാൻ യൂണിയൻ, ദേശീയ മത്സ്യത്തൊഴിലാളി ഫോറം, ചാരായ വിരുദ്ധ പ്രസ്ഥാനം, നർമ്മദാ ബച്ചാവോ ആന്തോളൻ. ഇത്രയും സംഘടനകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ വരുന്ന വേറെ ചോദ്യങ്ങളൊന്നും ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നില്ല. മെയിനായിട്ട് ഈ 7 പ്രസ്ഥാനങ്ങൾ ആരാണ് രൂപം നൽകിയത്, എവിടെയാണ് രൂപം കൊണ്ടത്, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം, അത് മാത്രം ഷോർട്ടായിട്ട് പറഞ്ഞു പോകുകയാണ്. പരീക്ഷയെ കണ്ണിൽ കണ്ട് മാത്രം, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചെടുക്കുക. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് നമ്മൾ പഠിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച്. അതിനുശേഷം ഒരു ജനകീയ പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊണ്ടത് 1773 രൂപം കൊള്ളുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പ്രസ്ഥാനം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഗോവേശ്വർ, ഉത്തരകാശി, മണ്ഡൽ എന്നീ ഗ്രാമങ്ങളിലാണ് ചിപ്കോ പ്രസ്ഥാനം രൂപം കൊണ്ടത്. അപ്പോൾ നിങ്ങൾ ആ സംസ്ഥാനത്തിൻ്റെ പേര് നോട്ട് ചെയ്ത് വയ്ക്കുക, ഉത്തരാഖണ്ഡ് ചിപ്കോ പ്രസ്ഥാനം. ഷുവർ 1 വേർഡ് ക്വസ്റ്റ്യൻ, 1973 ഉത്തരാഖണ്ഡ് ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതായത് എന്തായിരുന്നു അതിൻ്റെ കാരണം ചോദിച്ചാൽ, കൃഷിക്കാർക്ക് കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായി വന്നപ്പോഴോ ആ കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി മരങ്ങൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷകരെ മരം മുറിച്ചോട്ടെ എന്ന് സർക്കാരിനോട് ചോദിക്കുന്നു. പക്ഷെ സർക്കാർ അതിന് സമ്മതം കൊടുക്കുന്നില്ല. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മരം മുറിക്കുന്നതിനായിട്ട് വനം വകുപ്പിനോട്
അനുവാദം ചോദിക്കുന്നത് സ്പോർട്സ് അധികൃതരാണ്. അവർക്ക് മരം മുറിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു സർക്കാർ. അപ്പോൾ ഉത്തരാഖണ്ഡിലെ എല്ലാ ഭാഗത്തെയും ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവരുടെ മനസ്സിൽ കർഷകർക്ക് കാർഷികോപകരണങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റാരും ആ മരം മുറിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ പ്രതിഷേധം അതാണ്. കാരണം ഒരു പ്രദേശത്തിലെ ഭൂമി, വെള്ളം, വനം ഇതൊക്കെ അവിടുത്തെ തദ്ദേശീയർക്കാണ് കൂടുതൽ അധികാരമുള്ളതെന്നും മറ്റുള്ളവർക്ക് അതിനുള്ള അവസരങ്ങൾ കുറവായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവർ സമരം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ സ്പോർട്സ് അധികൃതർക്ക് വേണ്ടി വനത്തിൽ നിന്ന് മരം മുറിക്കാൻ തീരുമാനിച്ച് അവരുടെ തീരുമാനങ്ങൾക്കെതിരായി ഉത്തരാഖണ്ഡിലെ സ്വദേശികൾ മരങ്ങൾ മുറിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാന്ദി പ്രസാദ് ഭട്ട്, സുന്ദർലാൽ ബഹുഗുണ എന്നീ നേതാക്കന്മാർക്കൊപ്പം സ്ത്രീകളും പുരുഷന്മാരും എല്ലാം അടങ്ങുന്ന ഒരു സംഘം ജനത മരം മുറിക്കാനായി വനത്തിലേക്ക് കരാറുകാർ എത്തിയ ഉടനെ മരങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് വരും. ഒരു കാരണവശാലും ഈ മരങ്ങൾ മുറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവർ മരം മുറിക്കാനെതിരെ പ്രതിഷേധം ആരംഭിച്ചു. മരം മുറിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവർ നടത്തിയ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുരുഷന്മാരെ മദ്യം കൊടുത്ത് വശത്താക്കാൻ കോൺട്രാക്ടർമാർ തീരുമാനിക്കുന്നു. എന്നാൽ ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെ സ്ത്രീകൾ ശക്തമായി പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായി ശരിക്കും ഗാന്ധിയൻ മാതൃകയിലുള്ള സമരങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് തന്നെ സമരം സ്ട്രോങ് ആയി മാറുകയും ആ സമരത്തിൻ്റെ അവസാനം പ്രശ്നം കോടതിയിലേക്ക് എത്തുകയും കോടതിയുടെ വിധി അനുസരിച്ച് ഹിമാലയൻ മലമേഖലകളിൽ നിന്നും അടുത്ത 15 കൊല്ലത്തേക്ക് മരങ്ങൾ മുറിക്കരുതെന്ന് ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ ഗവൺമെൻറ്റും നിയമവും എല്ലാം കൂടെ സാധാരണക്കാരുടെ കൂടെ നിന്നതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും എവിടെയെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഈ പ്രസ്ഥാനം സഹായമാകുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ജനകീയ പ്രസ്ഥാനം. ഇത് മറ്റ് പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമായി മാറുകയും ചെയ്തു. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഉത്തരാഖണ്ഡിലെ ഗോവേശ്വർ, ഉത്തരകാശി, മണ്ഡൽ എന്നീ ഗ്രാമങ്ങളിലെ ജനങ്ങൾ അവരുടെ കാർഷിക ആവശ്യങ്ങൾക്ക് മരം മുറിക്കുന്നതിന് അനുവാദം ഗവൺമെൻറ്റിനോട് ചോദിച്ചു, നൽകിയില്ല. പക്ഷേ അതേ വനത്തിൽ നിന്നും സ്പോർട്സ് അധികൃതർക്ക് മരം മുറിക്കാൻ അനുവാദം കൊടുത്തതിനെതിരെ അവിടുത്തെ ജനങ്ങൾ മരത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് മരം മുറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന രീതിയിൽ പ്രതിഷേധ സമരം ആരംഭിച്ചു. അതിനവരെ സഹായിച്ച 2 ആൾക്കാർ ചാന്ദി പ്രസാദ് ഭട്ടും സുന്ദർലാൽ ബഹുഗുണയുമാണ്. മറക്കരുത്, ചിപ്കോ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡ് 1973 ചാന്ദി പ്രസാദ് ഭട്ട്, സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്നത്. അങ്ങനെ അവർ സ്ട്രോങ് ആയി നടത്തിയ സമരം വിജയിക്കുകയും ആ സമരത്തിൽ 15 കൊല്ലത്തേക്ക് ആർക്കും മരം മുറിക്കാൻ അനുവാദമില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിങ്ങനെ ഈ പരിസ്ഥിതി പ്രസ്ഥാനം ഇന്ത്യ മുഴുവൻ വ്യാപിക്കുകയും പിന്നീട് ഇത്തരത്തിലുള്ള പല പ്രസ്ഥാനങ്ങളുടെയും വളർച്ചയ്ക്ക് അത് വഴിതെളിയിക്കുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള മറ്റൊരു പ്രസ്ഥാനം, ഞാൻ പരീക്ഷയെ മാത്രം കരുതിക്കൊണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം മക്കളെ. ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന സംഘടന. ഈ ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന സംഘടന പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നാമദേവദാസൽ എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ്. അദ്ദേഹം നാമദേവദാസൽ എന്ന് പറയുന്ന ഒരു കവിയാണ്, മറാത്തി കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതയാണ് അന്ധകാരത്തിൻ്റെ തീർത്ഥാടകർ എന്ന് പറയുന്ന കവിത. അപ്പോൾ ഈ അന്ധകാരത്തിൻ്റെ തീർത്ഥാടകർ എന്ന് പറയുന്ന, അതായത് പിൽഗ്രിംസ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു മറാത്തി പോയം, നാമദേവദാസൽ എന്ന് പറയുന്ന മറാത്തി പോയറ്റ് എഴുതിയതാണ് ഈ കൃതി. അപ്പോൾ ഈ പോയം, അപ്പോൾ അതിൽ അതായത് ദളിത് സമുദായക്കാരെക്കുറിച്ചാണ്, അവർ അനുഭവിക്കുന്ന അനീതികളെക്കുറിച്ച്, അക്രമങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ കവിതകളിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഭാവിയെക്കുറിച്ച് കുറേ അതിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും പിൽക്കാലത്ത് അവർ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതികളെക്കുറിച്ചൊക്കെ ഒരു സംഭവം ആണ് ഈ കവിതകളിലൂടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ദളിതർക്ക് ഒരു പ്രതീക്ഷയേകി എത്രയും പെട്ടെന്ന് നമ്മുടെ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളത്, അതുപോലെ അംബേദ്കർക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾ എന്താണെന്നും ഒക്കെ ഈ കവിതയിലൂടെ നമുക്ക് സാഹിത്യകാരന്മാർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിഭാഗം ദളിത് സമൂഹങ്ങൾക്ക് ജാതിയുടെ പേരിൽ, അതായത് കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഡിസ്ക്രിമിനേഷൻ്റെ പേരിൽ അവർ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ സങ്കടമായിരിക്കുന്ന സാഹചര്യത്തിലാണ് 1970 കുറേ ദളിത് കുട്ടികൾ ഗ്രാജുവേറ്റ് നേടിയെടുക്കുന്നത്, അതായത് ഡിഗ്രി പാസ്സായി. അപ്പോൾ അവർ കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഈ ദളിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എത്രയും പെട്ടെന്ന്
എല്ലാ മനുഷ്യർക്കും ഉള്ള ഇക്വാളിറ്റി നമുക്കും ഉണ്ട്. ദളിതരായതുകൊണ്ട് നമ്മളിതൊക്കെ അനുഭവിക്കണമെന്നില്ല. അതുകൊണ്ട് അതിനെതിരായിട്ട് ഈ സോഷ്യൽ ഇൻഇക്വാളിറ്റിക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ സാമൂഹ്യ നീതിക്ക് വേണ്ടി നയങ്ങൾ തുടങ്ങാനായിട്ടായിരുന്നു രൂപം നൽകിയ സംഘടനയാണ് ദളിത് പാന്തേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഗ്രാമങ്ങളിലെ ദളിതരായ ആൾക്കാർക്കും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലെ ദളിതരായ ആൾക്കാരും അനുഭവിക്കുന്ന സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റിക്കെതിരായിട്ട് സാമൂഹ്യ സാമ്പത്തിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി അവർ സംഘടനയ്ക്ക് രൂപം നൽകി. അതുപോലെ തന്നെ ഇവരെ തോൽപ്പിക്കാൻ അവർ സമരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നിന്നപ്പോൾ അവരെ തോൽപ്പിക്കാൻ ബീഹാറിലെ ഒരു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷനായിട്ടുള്ള രൺവീർ സേന എന്ന് പറയുന്നത് ദളിതർക്കെതിരെ സമരം നയിക്കാൻ വേണ്ടിയുള്ള തീവ്രവാദ സംഘടനയാണ് രൺവീർ സേന എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് അക്രമങ്ങൾ ദളിതേഴ്സിനെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ചതാണ്. കുറച്ചു കാലമൊക്കെ സംഘടന അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ബഹുജന പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ സമരങ്ങളൊക്കെ സ്ട്രോങ് ആയി. അവർ പാവപ്പെട്ട കർഷകർ, ഭൂമിയില്ലാത്ത കർഷകർ, അതുപോലെ തൊഴിലാളികൾ എല്ലാവരും ശരിക്കും ഒരുപാട് ദുരിതങ്ങൾ അവരവിടെ അനുഭവിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ദളിത് പാന്തേഴ്സ് വാണ്ടഡ് ടു ഡു away with the caste system and the built an organization of all oppressed people among the Dalit. അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി മാത്രമായി രൂപം കൊണ്ടതാണ് ഈ ദളിത് പാന്തേഴ്സ്. അപ്പോൾ ഗ്രാജുവേറ്റ് നേടിയ, അതായത് ബിരുദമൊക്കെ കരസ്ഥമാക്കിയ യുവാക്കൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രോത്സാഹനങ്ങളും സമരങ്ങളും അവർ കുറേ പുസ്തകങ്ങൾ എഴുതി, കൂടെയുള്ള ആൾക്കാരെയൊക്കെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. കുറേ പുസ്തകങ്ങളൊക്കെ അവർ ആളുകൾക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. ചിലർ അവരുടെ അനുഭവങ്ങൾ വായിച്ചു കൊടുത്തു, അംബേദ്കറുടെ കഥകളും കാര്യങ്ങളൊക്കെ വായിച്ചു കൊടുത്തു, അങ്ങനെ ശ്രമിച്ചു. പക്ഷേ 1975 വരെയൊക്കെ ഈ സംഘടന കുറേ ആക്റ്റീവായെങ്കിലും 1975 എമർജൻസി പീരീഡിൽ നമ്മുടെ രാജ്യത്തിൽ അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ സമയത്ത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായതോടുകൂടി, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ താല്പര്യങ്ങൾക്ക് നിന്ന് കൊടുക്കാൻ അവർ തയ്യാറായതോടുകൂടി സംഘടന പിളർന്നു പോവുകയും ചെയ്തു. സംഘടനയുടെ ഇമ്പോർട്ടൻസ് അവിടെ ഇല്ലാതെയായി. പിന്നീട് അതിന് കുറേ വർഷങ്ങൾക്ക് ശേഷം ബാംസഫ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടായപ്പോഴാണ് ഈ പിന്നോക്ക വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പിന്നീട് പ്രവർത്തനങ്ങൾ വരുന്നത്. അപ്പോൾ ദളിത് പാന്തേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന് പിൽഗ്രിംസ് ഓഫ് ഡാർക്ക്നെസ്, അന്ധകാരത്തിൻ്റെ തീർത്ഥാടകർ എന്ന് പറയുന്നത് ദാസൽ എന്ന് പറയുന്ന കവി എഴുതിയ പോയമാണിത്. ഇതൊരു മറാത്തി പോയമാണ്. ദളിതേഴ്സിൻ്റെ അപ്ഗ്രേഡിന് വേണ്ടിയിട്ട്, ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ദളിത് പാന്തേഴ്സ്. അതിന് ഇവരുടെ കവിതകൾ നന്നായി സഹായിച്ചു. അതുപോലെ തന്നെ 1972 മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഈ ഗ്രാജുവേറ്റ് യൂത്തുകൾ, നമ്മളെ ബിരുദധാരികളായ യുവാക്കളുടെ ശ്രമഫലമായിട്ടാണ് ഇങ്ങനൊരു ഓർഗനൈസേഷൻ രൂപം കൊള്ളുന്നത്. അപ്പോൾ അതെല്ലാം ദളിതേഴ്സിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുകയുണ്ടായി. ഇനി തേർഡ് വൺ നമുക്കുള്ളത് ഭാരതീയ കിസാൻ യൂണിയൻ എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. ഭാരതീയ കിസാൻ യൂണിയൻ എന്തിനു വേണ്ടിയിട്ടുണ്ടായതാണെന്ന് വെച്ചാൽ വാക്കിൽ തന്നെ ഉണ്ട്. കിസാൻ യൂണിയൻ എന്ന് പറയുമ്പോൾ ഭാരതത്തിലെ കർഷകരുടെ സംഘടന. അത് ഓർത്ത് വയ്ക്കുക. അതെന്തിനു വേണ്ടി ഉണ്ടായി എന്ന് ചോദിച്ചാൽ 1988 ജാനുവരിയിൽ രൂപം കൊള്ളുന്ന ഒരു ഓർഗനൈസേഷനാണ് നമ്മളുടെ ഭാരതീയ കിസാൻ യൂണിയൻ എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ സംഘടന എന്ന് ചോദിച്ചാൽ, ശരിക്കും അതിനു മുമ്പേ കർഷകർക്ക് ഗവൺമെൻറ്റിനോട് പരാതികൾ ഉണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനു മുമ്പൊക്കെ ചെറിയ ചെറിയ പ്രതിഷേധങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയെങ്കിലും 1988 ജാനുവരിയിൽ ഒരു ലോങ് മാർച്ച് എന്ന് പറയാൻ പറ്റില്ല, നമുക്കതിനൊരു ഹ്യൂജ് മാർച്ച് എന്ന് വേണമെങ്കിൽ പറയാം, വലിയൊരു സമരം എന്ന് പറയാം. അതെന്തുകൊണ്ടാണെന്ന് അങ്ങനെ വെച്ചാൽ അവിടുത്തെ നമ്മളുടെ ഉത്തർപ്രദേശിൽ, ആ വാക്ക് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പറയുമ്പോൾ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞു, ചിപ്കോ പ്രസ്ഥാനം. രണ്ടാമത് ദളിത് പാന്തേഴ്സ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് മഹാരാഷ്ട്ര എന്നാണ്, അത് ഓർത്ത് വയ്ക്കുക. ഭാരതീയ കിസാൻ യൂണിയൻ നമ്മൾ പറയുന്നത് UP ആണ്, ഉത്തർപ്രദേശാണ്. അപ്പോൾ 1988 ജനുവരിയിൽ ഉത്തർപ്രദേശിലെ മീററ്റ് നഗരത്തിൽ 20,000-ഓളം കർഷകരുണ്ടായിരുന്നു. ഈ 20,000-ഓളം വരുന്ന കർഷകർ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരായിട്ട് സമരം ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ജില്ലാ കളക്ടറുടെ ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം കിടക്കുന്നുണ്ട്. 3 ആഴ്ചത്തെ സമരമാണ് അവർ കിടക്കുന്നത്. അതായത്
they camped outside the collector's office for about 3 weeks and refused to disperse without getting their grievance redressed. The government was forced to give in their demands. അവസാനം തുടക്കത്തിലൊക്കെ മൈൻഡ് ചെയ്യാതിരുന്നെങ്കിലും അവസാനം 3 ആഴ്ചയ്ക്കൊടുവിൽ ഗവൺമെൻറ് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി. സമരം വളരെ ഡീസൻ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാരിന് ഇവരുടെ സമരം കണ്ടില്ല നടിക്കാൻ പറ്റിയില്ല. യു പിയിലെയും ഹരിയാനയിലെയും ഒക്കെ കർഷകർ ചേർന്നാണ് ഈ സംഘടനയുടെ രൂപീകരണത്തിലേക്ക് കൊണ്ട് എത്തിച്ചത്, ഭാരതീയ കിസാൻ യൂണിയൻ. ഇത് 1980 മുതലുണ്ടായിരുന്നു. അവരുടെ സ്ട്രൈക്ക് സ്ട്രോങ് ആയത് 1988 കറണ്ട് ചാർജ് വർധനവിനെതിരായിട്ടായിരുന്നു. പിന്നീട് നമ്മളുടെ ഇന്ത്യയിൽ 1960 ഗ്രീൻ റവല്യൂഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പഞ്ചാബ്, ഹരിയാന, പശ്ചിമ യു പി എന്നിവിടങ്ങളിലൊക്കെ കർഷകരാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് സംഘടനകളൊക്കെ ഉണ്ടാക്കാനും, അതായത് ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ സമയത്ത് കരിമ്പ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തതൊക്കെ ഈ ഗ്രീൻ റവല്യൂഷൻ പീരീഡിലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വിറ്റഴിക്കാൻ പറ്റാതെ വന്നിരുന്നതോടുകൂടി അതിനെ തുടർന്ന് പ്രശ്നങ്ങൾ വലുതായി. അതൊക്കെ അവരെ ഒരു ഒന്നിപ്പിക്കുന്നതിന് കർഷകർ, അതിനിടയിലാണ് കറണ്ട് ചാർജ് ഇങ്ങനെ കൂടിക്കൂടി വന്നത്. അപ്പോൾ അത് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കർഷകർ നിറയെ ലോണൊക്കെ എടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ റെയിൻഫോൾസ്, അതായത് ഹെവി റെയിൻഫോൾസ് ആയാലും ലോ റെയിൻഫോൾസ് ആയാലും കൃഷി നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കടം അടയ്ക്കാൻ പറ്റാതെ വരുന്നു. അതൊന്നും അപ്പോൾ കടം കുറച്ചൊക്കെ എഴുതി തള്ളണം. അതുപോലെ തന്നെ കർഷകർക്ക് പെൻഷൻ സ്കീം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷേത്കാരി സംഘടന എന്ന പേരിലാണ് മഹാരാഷ്ട്രയിൽ ഈ സംഘടന തുടങ്ങി വെച്ചത്. പിന്നീട് ഭാരതം മുഴുവൻ ഒന്നിച്ച് നിൽക്കണം, കാരണം ഭാരതം ഒരു കാർഷിക രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കണം എന്നതുകൊണ്ട് ഈ സംഘടന കിസാൻ യൂണിയൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പക്ഷെ പിൽക്കാലത്ത് ഈ ഭാരതീയ കിസാൻ യൂണിയൻ അതിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും കൃഷിയെ രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ കൃഷിയിലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനു വേണ്ടി പിൽക്കാലത്ത് WTOയിൽ അംഗമാകുന്നതിനും കൂടി പ്രവർത്തനങ്ങൾ സഹായിച്ചു. ഭാരതീയ കിസാൻ യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ സഹായിച്ചു. കർഷകരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാൻ ഭാരതീയ കിസാൻ യൂണിയന് സാധിച്ചു. അപ്പോൾ ഓരോ സ്ഥലത്തും, അതായത് ഇന്ത്യയിലെ ഓരോ ഭാഗത്തും ഉണ്ടായിരുന്ന കർഷകർ ഒന്നിച്ചു നിൽക്കുന്നതിന്, തുടക്കത്തിലൊക്കെ ജാതിയുടെ പേരിലൊക്കെ കുറേ പേരൊക്കെ അകന്ന് നിൽക്കുകയും കുറേ പേര് ഒന്നിച്ചു നിൽക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഭാരതീയ കിസാൻ യൂണിയൻ ഒരു പരിധിവരെ ഇന്ത്യയുടെ കാർഷിക മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സഹായിക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തുള്ളത് ദേശീയ മത്സ്യത്തൊഴിലാളി ഫോറം, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം എന്ന് പറയുന്ന സംഘടനയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യ മുഴുവനും, അതായത് മിഡിൽ പാർട്ട് വരെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പകുതി ഭാഗവും കോസ്റ്റൽ ഏരിയയിലുള്ളതാണ്, കടൽ തീര സംസ്ഥാനങ്ങളാണ്. ഇവിടെയുള്ള ആൾക്കാരുടെ മിക്ക ആൾക്കാരുടെയും ജോലി എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്, മീൻപിടുത്തമാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. പക്ഷേ ഒരു കാലഘട്ടത്തിൽ, അതായത് മത്സ്യബന്ധനത്തിൽ, അതായത് മീൻപിടുത്തവും മീൻ വിൽപ്പനയും അങ്ങനെയൊക്കെ ആയിട്ട് മീനുമായി ബന്ധപ്പെട്ട ധാരാളം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, അതായത് നമ്മൾക്ക് അതായത് മീൻ പിടിക്കാൻ പോകുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ട്രോളിങ് ഏർപ്പെടുത്താറുണ്ട്. ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിൽ ട്രോളിങ് ഏർപ്പെടുത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രോളിങ് മഴക്കാലത്താണ് ആ ട്രോളിങ് വരുന്നത്. ആ ട്രോളിങ് വരുന്ന സമയത്തെന്ന് വെച്ചാൽ മീനുകൾക്ക് മുട്ടയിട്ട് കുഞ്ഞു വിരിയിക്കാനുള്ള ഒരു സമയത്ത് നമ്മൾ ബോട്ടുകളൊക്കെ കടലിൽ ഇറക്കുകയാണെങ്കിൽ അതിൻ്റെ എൻജിൻ്റെ ശബ്ദവും മറ്റുമൊക്കെ കാരണം മീനുകൾ നമ്മുടെ ഏരിയ വിട്ടിട്ട് അടുത്ത ഏരിയയിലേക്ക് പോകും. അപ്പം മീനുകളുടെ എണ്ണം കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ചെയ്യരുത്, പറഞ്ഞിട്ട് മീൻ പിടിക്കരുത് എന്ന് നിരോധിക്കണം. ആഴക്കടലിൽ മീൻ പിടിക്കുന്നത് നിരോധിക്കുന്നതാണ് ട്രോളിംഗ് എന്ന് പറയും. അപ്പോൾ അത് പക്ഷെ കുറച്ചിങ്ങനെ ഏർപ്പെടുത്തിയ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ആ ഒരു 2 മാസക്കാലം 40-45 ദിവസത്തോളം വരുമ്പോൾ ഏകദേശം ഒരു 2 മാസത്തിനടുത്ത് മീൻ പിടിക്കാതെ പോകുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് ജോലിയില്ല, വരുമാനമില്ല, ജീവിക്കാൻ ബുദ്ധിമുട്ടുകൾ എന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക്, സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഘടനയാണ് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ഇതിൽ ആദ്യം കേരളമാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ തൊഴിലാളികളാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയത്. അതായത് ആഴക്കടലിൽ പോയി മീൻ പിടിക്കുന്നതിൽ പറഞ്ഞു കോസ്റ്റൽ ഏരിയകളിൽ, അതായത് തീരപ്രദേശങ്ങളിൽ
നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ ചെറിയ ബോട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട്, അങ്ങനെ സൗണ്ടൊന്നും ഉണ്ടാക്കാത്ത ബോട്ട് ഉപയോഗിച്ച്, നാടൻ വഞ്ചികളും നാടൻ വലകളും ഒക്കെ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് തീരുമാനമെടുത്തു. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഈ സംഘടന ഒരുപാട് പ്രയത്നിച്ചു. അവസാനം 2002 നാഷണലൈസ്ഡ് സ്ട്രൈക്കുകൾ ആരംഭിച്ചു. അപ്പോൾ അതേസമയം തന്നെ ഈ സംഘടന എന്തൊക്കെ പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടോ ആ പ്രശ്നങ്ങളിലൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം എന്ന് പറയുമ്പോൾ അതിൽ കേരളത്തിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, മറക്കാതെ കേട്ടോ. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി രൂപം കൊണ്ടതാണ് ഈ സംഘടന. ദെൻ നെക്സ്റ്റ് വൺ, ചാരായ വിരുദ്ധ പ്രസ്ഥാനം, ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്. പ്രധാനമായിട്ട് എൻ്റെ മക്കൾ പഠിക്കേണ്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഫസ്റ്റത്തെ ചിപ്കോ പ്രസ്ഥാനം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറയുക, ഭാരതീയ കിസാൻ യൂണിയനും. ഈ 3 അതുപോലെ ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ലാസ്റ്റത്തെ, നർമ്മദാ ബച്ചാവോ ആന്തോളൻ. ഈ 4 ഷുവറായിട്ടും പഠിച്ചു വയ്ക്കുക. ബാക്കിയെല്ലാം AB കോളോ എങ്ങനെയെങ്കിലുമൊക്കെ വരും, അതുകൊണ്ട് മറക്കാതെ പഠിക്കുക. ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് എന്ന് പറയും. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ പേര് നോട്ട് ചെയ്ത് വയ്ക്കുക. ആന്ധ്രാപ്രദേശിലാണ് ഈ ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് രൂപം കൊള്ളുന്നത്. അതായത് ആന്ധ്രയിലെ നെല്ലൂർ ജില്ലയിലുള്ള ഒരു ഗ്രാമത്തിൽ സ്ത്രീകൾ 1990-ലാണ് 1990-കളിൽ അതായത് കുഞ്ഞുനാളുകളിൽ പഠിക്കാൻ പറ്റാതെ വന്ന സ്ത്രീകളെന്നല്ല എല്ലാവർക്കും പ്രായമായി കഴിയുമ്പോൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടും എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പരിപാടിക്ക്, വയോജന വിദ്യാഭ്യാസ പരിപാടിക്ക് രൂപം നൽകിയിരുന്നു. അങ്ങനെ അവിടെ ക്ലാസ്സിന് പോകുന്ന സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അവിടെ ചർച്ച ചെയ്യപ്പെട്ട അവിടുത്തെ കുട്ടികൾക്കിടയിൽ, അതായത് അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി. അവരുടെ പ്രശ്നങ്ങൾ, ഭർത്താക്കന്മാരുടെയോ മക്കളുടെയോ ഒക്കെ മദ്യപാനശീലങ്ങൾ, അതുമൂലം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, ഇതൊക്കെ ചാരായം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചാരായം വ്യാപകമായതുകൊണ്ടാണ് തങ്ങളുടെ ജീവിതം ഇത്രയും ദുരിതം നിറഞ്ഞതാകുന്നത് എന്ന് മനസ്സിലാക്കി. പുരുഷന്മാർ പണിക്ക് പോകാത്തത് കൊണ്ട് തന്നെ, മദ്യപിച്ച് പണിക്ക് പോകാതാവുന്നത് കൊണ്ട് തന്നെ കടബാധ്യതകൾ കൂടി വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുരുഷന്മാരുടെ മദ്യപാനം കൊണ്ട് കഷ്ടത്തിലായ സ്ത്രീകൾ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിക്കുകയും ഈ മദ്യമാഫിയ സംഘത്തെ നിരോധിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ വർഷം തോറും ചാരായ ഷാപ്പുകൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ലേലം വിളിക്കണമായിരുന്നു. അങ്ങനെ ആ വർഷത്തെ ചാരായ ഷാപ്പുകളുടെ ലേലം 17 തവണ ഈ സ്ത്രീകളുടെ സ്ട്രൈക്ക് മൂലം നിരോധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ സ്ട്രൈക്ക് മൂലം നിരോധിക്കപ്പെട്ട ഈ സമരം കൊണ്ട് കാര്യമായിട്ട് പ്രതിഷേധങ്ങൾ സ്ട്രോങ് ആയതിൻ്റെ ഭാഗമായി അവിടുത്തെ അബ്കാരി കോൺട്രാക്ടേഴ്സിന് വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറ്റകൃത്യങ്ങളും രാഷ്ട്രീയവും തമ്മിലും ബന്ധമുണ്ട്, അതേപോലെ തന്നെ മദ്യപാനവും കുറ്റകൃത്യങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ കഴിയുന്നതും ചാരായ വിൽപ്പന നിരോധിക്കുക, ചാരായ ഷാപ്പുകൾ നിരോധിക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരുടെ സമരം. അപ്പോൾ ലേല വിൽപ്പന നടക്കാത്തത് കൊണ്ട് തന്നെ മദ്യം വിൽക്കാൻ കഴിയാതായി. പക്ഷേ സർക്കാരിൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഈ മേഖലയെ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല സർക്കാരിന്. എന്നാൽ സ്ത്രീകളുടെ നിരന്തരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അവരുടെ ഈ സമരം കൊണ്ട് സാധിച്ചു. അതൊരു ചർച്ചാ വിഷയമായി മാറി. മദ്യപാനം, പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകൾക്ക് അവർ മൂലം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, സ്ത്രീധന പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്തും പൊതുസ്ഥലത്തും നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ, ഇതൊക്കെ മദ്യപാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നും കഴിയുന്നതും സ്ത്രീകളുടെ ഈ ആവശ്യങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരുടെ സമാധാനപൂർണമായ ജീവിതം ഉറപ്പാക്കുന്നതിന് ചാരായം നിരോധിക്കണം എന്ന് പറഞ്ഞു സമരം ചെയ്തു. അത് അവസാനം മദ്യവിരുദ്ധ പ്രസ്ഥാനം വിജയിക്കുകയും ചെയ്തു. പിന്നീട് ഈ മദ്യവിരുദ്ധ പ്രസ്ഥാനം ഇതിൻ്റെ വിജയം വനിതാ പ്രസ്ഥാനമായിട്ട് മാറി. സമൂഹത്തിലുണ്ടാകുന്ന ഏത് തരം പ്രശ്നങ്ങൾക്കും, സ്ത്രീകൾക്കെതിരായിട്ട് കുടുംബത്തിനെതിരായിട്ടുണ്ടാകുന്ന ഏത് തരം പ്രശ്നങ്ങൾക്ക് ഈ ചാരായ വിരുദ്ധ പ്രസ്ഥാനം ഒരു വിജയമാർഗമായി മാറുകയും ചെയ്തു. പിൽക്കാലത്ത് നമ്മൾ പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കിയപ്പോൾ തന്നെ സ്ത്രീകൾക്ക് അതിൽ സംവരണങ്ങൾ ഏർപ്പെടുത്തി. അതുപോലെ തന്നെ നിയമസഭയിലും പാർലമെൻറ്റിലും ഒക്കെ സ്ത്രീകൾക്ക് പങ്കെടുക്കാം എന്നുള്ള നിയമങ്ങൾ വന്നതൊക്കെ തുടക്കം കുറിച്ചത് ഒരു പരിധിവരെ ചാരായ വിരുദ്ധ പ്രസ്ഥാനമാണെന്ന് പറയാം.
അപ്പോൾ ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ആന്ധ്രാപ്രദേശ് ചിറ്റൂർ ജില്ലയിലെ നെല്ലൂർ ഗ്രാമത്തിലാണിത്. 1992 ഇത് തുടങ്ങി വരുന്നത്. ഇതൊക്കെ പത്രത്തിൽ വളരെ വാർത്തയായി. രാജ്യം മുഴുവനും ഇത് വലിയൊരു സംഭവമായിട്ട് ചാരായ വിരുദ്ധ പ്രസ്ഥാനം ഉയർന്നു വന്നു. പിൽക്കാലത്ത് ഇന്ത്യയിലെ ചാരായം നിരോധിക്കുന്നതിന് ഇത് വഴി തെളിയിക്കുകയും ചെയ്തു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന. മക്കളെ, ഞാൻ നല്ല സ്പീഡിലാണ് പോകണമെന്ന് എനിക്കറിയാം, പരീക്ഷയാണ്, അതുകൊണ്ട് കൂടുതൽ ചാപ്റ്റേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് തരണം എന്നുള്ളത് കൊണ്ടാണ് പോകുന്നത്. കൂടുതൽ ഞാൻ പറയുന്ന വാക്കുകളെങ്കിലും കേട്ട് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ദെൻ ഓക്കെ, നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന നമ്മുടെ രാജ്യത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഡെവലപ്മെൻറ്റ് അഥവാ വികസനം. പക്ഷേ ഒരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു വികസനം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ, ഒരു വികസനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരു വിഭാഗം ആൾക്കാരെ അത് എത്രത്തോളം ബാധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന. അതായത് 1980കളിൽ നർമ്മദാ നദിയിൽ ഒരു വലിയ അണ കെട്ടുകയാണെങ്കിൽ അതായത് അവിടെ കുറച്ച് ഡാമുകൾ പണി കഴിപ്പിക്കുകയാണെങ്കിൽ ആ സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഡാമുകൾ പണികഴിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതായത് 30 വൻകിട ഡാമുകളും 135 ഇടത്തരം അണക്കെട്ടുകളും 3000-ഓളം ചെറുകിട അണക്കെട്ടുകളും ചേർന്നതാണ് ഈ പദ്ധതി. അപ്പം നർമ്മദാ നദിയിലും അതിൻ്റെ പോഷക നദിയിലൊക്കെ ആയിട്ടാണ് 3 സംസ്ഥാനങ്ങൾ, അതായത് മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഈ 3 സംസ്ഥാനങ്ങളിലായി 30 വലിയതും 135 ചെറുതും 3000-ഓളം ഏറ്റവും ചെറുതുമായിട്ടുള്ള ഡാമുകൾ പണികഴിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതായത് അവരുടെ ഉദ്ദേശം വൻകിട ജലസേചന പദ്ധതികൾ വരുത്തുന്ന ആപത്തിൽ നിന്നും നർമ്മദാ നദിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂവ്മെൻറ്റ് തുടങ്ങി വെച്ചു. ആ പദ്ധതി തുടങ്ങി വയ്ക്കുന്നതിന് ഈ പദ്ധതിയുടെ പേര് സർദാർ സരോവർ പ്രോജക്റ്റ് എന്നാണ്. ഗുജറാത്തിലെയും അയൽ സംസ്ഥാനങ്ങൾക്കും ഗുണം ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. ഈ പദ്ധതി ആരംഭിച്ചാൽ വെള്ളത്തിൻ്റെ പ്രശ്നം, വൈദ്യുതിയുടെ പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, അതായത് കൃഷിക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സംഘടന രൂപീകരിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഇതിനൊക്കെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ പറ്റും, വരൾച്ച ഉണ്ടാവില്ല, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ, കൃഷിക്കും അതുപോലെ കുടിവെള്ളത്തിനുമൊക്കെ ഗുണം ചെയ്യും എന്ന് പറഞ്ഞ് ആരംഭിച്ച ഈ പ്രസ്ഥാനം ഒരു വിഭാഗം ആളുകൾക്ക് ഗുണം ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾക്ക് അത് സങ്കടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നതുകൊണ്ട് തന്നെ മേധാ പടേക്കർ എന്ന് പറയുന്ന വ്യക്തി നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. അതായത് ഒരു ഭാഗത്ത് നേട്ടങ്ങൾ ഉണ്ടായാൽ മറുഭാഗത്ത് 37,000 ഹെക്ടർ കാടും കൃഷിഭൂമിയും 245 ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലാകും, 2.5 ലക്ഷം ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവർ സമരങ്ങൾ സംഘടിപ്പിച്ചു. ആൾക്കാരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ജനങ്ങളുടെ പുനരധിവാസം പൂർണ്ണമായും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഡാമുകൾ നിർമ്മിക്കാവൂ എന്ന് ആവശ്യമുന്നയിച്ചു. പക്ഷേ അതായത് വൻകിട വികസന പദ്ധതികളൊക്കെ നല്ലത് തന്നെയാണ്, രാജ്യത്തിൻ്റെ വികസനത്തിന് ഗുണം ചെയ്യും. അതേസമയം അത് തദ്ദേശ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നവർ രാജ്യത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടെത്തിച്ചു. വെള്ളം, ഭൂമി, വനം ഇതൊക്കെ ഓരോ ജനങ്ങൾക്കും ഗുണം ചെയ്യുന്നതാണ് എന്നവർ പറഞ്ഞു. അതുപോലെ ഒരാളിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ മറുവശത്ത് ഒരുപാട് ദുരിതങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് അവരെ പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും അണക്കെട്ടിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണം എന്നുള്ള ആവശ്യങ്ങൾ സ്ട്രോങ് ആയി, വികസന പ്രക്രിയയ്ക്ക് തടസ്സം നിർത്തുകയാണെന്ന് വിമർശകർ അഭിപ്രായപ്പെട്ടു. നിരവധി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, കോടതിയിൽ ഈ കേസുകളൊക്കെ എത്തിയെങ്കിലും അതിൽ വിജയം കണ്ടെത്താൻ സാധിച്ചില്ല. കുറേ കാലത്തേക്ക് ഇതിനെ നീട്ടിവെക്കാൻ കഴിഞ്ഞെങ്കിലും ഈ 2017കളിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ മാറി. നമുക്ക് കേസിൽ അവർ പുതിയ ഡാം പണി കഴിപ്പിച്ചു. ആ പുതിയ ഡാമിൻ്റെ പണി പൂർത്തിയാക്കുകയും ഡാം ജനങ്ങൾക്കായി നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റി. എന്തായാലും കുറേ കാലത്തേക്ക് ഈ ജനകീയ പ്രസ്ഥാനം നർമ്മദാ ബച്ചാവോ ആന്തോളൻ അഥവാ സർദാർ സരോവർ പദ്ധതി മേധാ പടേക്കറുടെ നേതൃത്വത്തിൽ കുറേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതായത് കോടതിയിൽ അപ്പീലുകൾ സമർപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇതിൽ പിന്തുണ നേടുന്നതിലും നർമ്മദാ പ്രക്ഷോഭ റാലികൾ സംഘടിപ്പിച്ചതിലും ജനങ്ങളെ ഈ ഡാം വന്നാലുണ്ടാവുന്ന ദോഷം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലും മേധാ പടേക്കർ വിജയിച്ചു. പക്ഷെ നമുക്ക് പൂർണ്ണമായും അതിൽ വിജയം കൈവരിച്ചു എന്ന് പറയാനായില്ല എന്നുള്ളതാണ് സത്യം.
ഇനി നമുക്കിതിൽ നിന്ന് ഒരു ഷോർട്ട് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത്രയും ജനകീയ പ്രസ്ഥാനങ്ങളാണ്. ഏതെങ്കിലും 4 എണ്ണം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും, 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം ഉറപ്പായിട്ടും ചോദിക്കും. ഒപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ AB കോളം ഉണ്ട്. ആ AB കോളം കൂടി ഒന്ന് ആൻസർ ചെയ്ത് വെച്ചിട്ട് പോവുക. ഇനി നമുക്ക് അടുത്ത് ഇതിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് RTI എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അവിടെ നിന്നൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യയുടെ വിവരാവകാശ നിയമം രൂപം കൊണ്ടതിന് കാരണമായ സംഘടന എന്ന് ചോദിക്കും. അതായത് MKSS, അതായത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന സംഘടനയാണ് വിവരാവകാശ നിയമത്തിന് രൂപം നൽകിയത്. RTI എന്ന് പറയുന്ന സംഭവത്തിന് രൂപം നൽകിയത്. നമുക്ക് എന്താണ് വിവരാവകാശ നിയമം എന്നതൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1990കളിലാണ് വിവരാവകാശ നിയമ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്നറിയപ്പെടുന്ന സംഘടന ക്ഷാമകാലത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയും തൊഴിലാളികളുടെയും കണക്കുകളുടെയും രേഖകൾ വേണമെന്നാവശ്യപ്പെട്ടതോടുകൂടി പഞ്ചായത്ത് മുൻപാകെ, സർക്കാർ മുൻപാകെ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് രാജസ്ഥാനിൽ ഈ സംഘടന രൂപം കൊള്ളുന്നത്. അപ്പോൾ രാജസ്ഥാനിലാണ് RTI നിയമങ്ങൾ, വിവരാവകാശ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അതായത് ആദ്യം വിദ്യാലയങ്ങളും ആശുപത്രികളും ചെറിയ ഡാമുകളും കമ്മ്യൂണിറ്റി സെൻ്ററുകളും മറ്റും നിർമ്മിക്കുന്നതിനായി നിർമ്മിച്ച ഈ ഒരു കാലയളവിൽ, അതായത് ക്ഷാമ കാലയളവിൽ ആരംഭിച്ച, ഭീമ താലൂക്കിൽ ആരംഭിച്ച വിദ്യാലയങ്ങളും ആശുപത്രികളും ഡാമുകളും ഒക്കെ പണികഴിപ്പിച്ചതിന് തൊഴിലാളികൾക്ക് എന്ത് കൂലി നൽകി, അതിന് എത്രയാണ് അവർക്ക് മുഴുവൻ പൈസയായി കൊടുത്തത് എന്നുള്ളതിൻ്റെ രേഖ തങ്ങൾക്ക് കാണണം എന്നാവശ്യപ്പെടുത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ആ വിവരങ്ങളൊക്കെ അറിയണം. അവിടുത്തെ കോൺട്രാക്ടർമാർക്ക് എത്ര പൈസ കൊടുത്തു, കൂലി എത്ര കൊടുത്തു എന്നറിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് MKSS നടത്തിയ പ്രക്ഷോഭങ്ങളാണ് പിൽക്കാലത്ത് RTI ബില്ലിന് വഴിയൊരുക്കിയത്. അതായത് ബഡ്ജറ്റ്, അക്കൗണ്ട്, ചെലവ് നയങ്ങൾ, ഗുണഭോക്താക്കൾ, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തങ്ങൾക്ക് ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് നോട്ടീസുകളും ബോർഡുകളും പത്രങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കണം വിവരങ്ങൾ എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് MKSSൻ്റെ രൂപീകരണത്തിലേക്ക് കൊണ്ട് എത്തിച്ചത്. ഇത് 2002 ആദ്യം നിലവിൽ വന്നെങ്കിലും അത് പാസ്സാക്കാൻ സാധിച്ചില്ല. 2004 ബില്ല് പാർലമെൻറ്റിന് മുൻപിൽ എത്തിച്ചു. 2005 ജൂണിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടി RTI ബില്ല് പാസ്സാക്കി എടുക്കുകയും ചെയ്തു. അപ്പോൾ RTI ബില്ല് പാസ്സാക്കി എടുക്കുന്നത് 2005 അപ്പോൾ അത് 2005 ജൂണിലാണ് RTI ബില്ല് പാസ്സാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, വിവരാവകാശ നിയമം എന്ന് പറഞ്ഞത്. ഇതുവഴി ഇപ്പം നമുക്ക് നമ്മളുടെ സമൂഹത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രശ്നമാണ്, അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോട്, ആശുപത്രികളിലെ പ്രശ്നങ്ങളാണെങ്കിൽ അത് അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചോ ഡോക്ടർമാരെക്കുറിച്ചോ നഴ്സുമാരെക്കുറിച്ചോ ഉള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും, ഹോസ്പിറ്റലുകൾ പണികളേൽപ്പിച്ചത്, സ്കൂളുകളെക്കുറിച്ചാണെങ്കിൽ അധ്യാപകരുടെ ജോലി, ലൈബ്രറി ജോലികൾ, വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിദ്യാലയങ്ങൾ സ്ഥാപിച്ചതിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ അറിയാൻ നമ്മൾക്ക് ഏത് സഹായിക്കും? വിദ്യാഭ്യാസ ഡയറക്ടറോട് പരാതികൾ കൊടുക്കാനായിട്ട് നമുക്ക് അത് ഉത്തരം കണ്ടെത്തി തരാനായിട്ട് വിവരാവകാശ നിയമങ്ങൾ സഹായിക്കും. ഇന്ന് അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. നിങ്ങൾ സ്കൂളിലെ അലോട്ട്മെൻറ്റുകൾ നോക്കുന്നത് ഇത്തരം ഒരു നിയമത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഫുള്ളും കഴിഞ്ഞു. നിങ്ങളിത് നന്നായിട്ട് കേൾക്കുക. അടുത്ത ദിവസം നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. 8ാമത്തെ ചാപ്റ്റർ റീജിയണൽ ആസ്പിരേഷൻ എന്നുള്ളത് അടുത്ത ദിവസം കേൾക്കാം നമുക്ക്. അപ്പോൾ ഓക്കെ, ബൈ. പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർഡ് ആവുക, റെഡി ആവുക, നന്നായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, പരീക്ഷ നിറയെ മാർക്ക് വാങ്ങണം എന്നുള്ള എയിമോട് കൂടി ഈ കഴിഞ്ഞ 7 ചാപ്റ്ററും വൃത്തിയായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പോൾ അത് നിങ്ങളെ പരീക്ഷയ്ക്ക് നിറയെ മാർക്ക് വാങ്ങാൻ സഹായിക്കട്ടെ എന്നാവശ്യപ്പെടുന്നു. ഓക്കെ, ബൈ.